കൃപാസന മാതാവിൻ്റെ അടുത്തേക്ക് എത്താനുള്ള കാരണം തന്നെ എൻ്റെ ജർമ്മൻ പഠിത്തമായിരുന്നു. അപ്പം ജർമ്മൻ ഓൺലൈനായിട്ടായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സാമിന് കുറേ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ. അപ്പം ആദ്യമായിട്ട് ഞാനൊരു എക്സാം എഴുതാൻ പോയ സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുകയും അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് എക്സാം എഴുതി കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത പോലെ തോന്നി. അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചാണ് അവിടുന്ന് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് ഫുൾ പ്രതീക്ഷ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഒരു മൊഡ്യൂൾ മാത്രമേ ആ സമയത്ത് പാസ്സാവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നീട് എക്സാമിൻ്റെ ഡേറ്റിന് വേണ്ടി കുറേ അന്വേഷിച്ചപ്പോൾ പോലും എനിക്ക് ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നു. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ ദൈവത്തിനോട് കൂടുതൽ അടുക്കാനുണ്ട്, അപ്പം മാതാവിൻ്റെ അടുത്ത് കൃപാസന മാതാവിൻ്റെ അടുത്ത് നമുക്ക് പോയി ഉടമ്പടി എടുക്കാം, അപ്പം നിൻ്റെ ജർമ്മൻ കാര്യങ്ങളെല്ലാം ശരിയായി വരുന്നു എൻ്റെ മമ്മി എന്നോട് പറയും. അങ്ങനെ ഞാൻ 2025 ജനുവരി 25 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ ഇടയായി. അങ്ങനെ അന്ന് 2025 ജനുവരി 25 ഞാൻ ഇവിടെ വരുന്ന അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എനിക്ക് മാതാവിനെ എൻ്റെ കൈകളിൽ എടുക്കാൻ കിട്ടണമെന്നായിരുന്നു. അപ്പം അന്ന് ഞാൻ ഉടമ്പടി എടുത്ത അന്ന് തന്നെ ഞാൻ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ജർമ്മൻ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ പറ്റണേന്ന് പറഞ്ഞു മാതാവിൻ്റെ അടുത്ത്. അന്ന് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മാതാവിൻ്റെ അനുഗ്രഹത്തോടെ തന്നെ എനിക്ക് അന്ന് മാതാവിനെ എൻ്റെ കൈകളിൽ എടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് ജർമ്മൻ എന്തായാലും സക്സസ് ആവാൻ പറ്റും എന്നുള്ളൊരു മുന്നറിയിപ്പ് പോലെയായിരുന്നു മാതാവിനെ എൻ്റെ കൈകളിൽ കിട്ടിയപ്പം. അങ്ങനെ അന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയതിന് ശേഷം ഞാൻ എക്സാമിന് ഡേറ്റ് നോക്കി, എനിക്ക് പെട്ടെന്ന് തന്നെ ഡേറ്റ് ഒക്കെ കിട്ടി. പക്ഷേ ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എക്സാം എഴുതിയത് ആ എക്സാം എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ കാരുണ്യപ്രവൃത്തിയും കാര്യങ്ങളെല്ലാം എല്ലാ ഉടമ്പടി നിബന്ധനകളും കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എക്സാം ഫെയിലായ സമയത്ത് ഫുള്ള് നിരാശയായി. കാരണം എനിക്ക് മാതാവിനോടുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെടും പോലെയായി. കാരണം അത്രയും ഞാൻ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എണീറ്റ് പള്ളിയിൽ പോകുമായിരുന്നു, രാവിലെ 5:30 എണീറ്റ് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ എക്സാം ഫെയിലായ സമയത്ത് എനിക്ക് ഭയങ്കര നിരാശയായി. പക്ഷേ എന്നിട്ടും അപ്പോൾ എനിക്ക് മാതാവിനോട് ഗ്യാപ്പ് വരുന്ന പോലെയൊക്കെ ഫീലായി. ഞാൻ പള്ളിയിൽ പോയി ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവ് എന്നെ മാതാവിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നീട് ഞാൻ പിന്നെയും പഴയ പോലെ തന്നെ നന്നായിട്ട് മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഒരു ഡേറ്റും കൂടി മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ആ എക്സാമിൽ ഞാൻ കൊച്ചിയിൽ വെച്ചായിരുന്നു എനിക്ക് എക്സാം. ഞാൻ ആ എക്സാം പോയി അറ്റൻഡ് ചെയ്തു. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ആ എക്സാം ഭയങ്കര ടഫായിരുന്നു. എന്ന് വെച്ചാൽ ഒരു പ്രതീക്ഷ എനിക്കില്ല, കിട്ടും ഒരു പ്രതീക്ഷയില്ല. പക്ഷെ മാതാവിനോട് ഞാൻ ഒരേ ഒരു അപേക്ഷയെ വെച്ചുള്ളൂ, എനിക്ക് കൂടുതൽ മാർക്കൊന്നും തന്ന് മാതാവ് എന്നെ അനുഗ്രഹിക്കേണ്ട, എനിക്ക് വെറും 60 മാർക്ക് തന്ന് എന്നെ ജയിപ്പിക്കണേ മാതാവേ, ഞാൻ ഒരുപാട് ആയില്ലേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് അപേക്ഷിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന അന്ന് എനിക്ക് കറക്റ്റ് 60 മാർക്കോടെ തന്നെ ഞാൻ പാസ്സായി. എനിക്ക് റിസൾട്ട് നോക്കാൻ ധൈര്യം ഉണ്ടായില്ല അന്ന്. അപ്പം റിസൾട്ട് വന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഫുൾ എനിക്ക് പാനിക്കായി. ഞാൻ കാശിരൂപവും ഉപ്പും ഒക്കെ എടുത്ത് മുറുക്കെ പിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ റിസൾട്ട് നോക്കുന്നത്. അങ്ങനെ റിസൾട്ട് നോക്കുന്ന സമയത്ത് കറക്റ്റ് 60 മാർക്കോടെ തന്നെ എൻ്റെ മാതാവ് എന്നെ ആ എക്സാം പാസ്സായി. ആ എക്സാം ഞാൻ പാസ്സായി.